ഹലോ കൂട്ടുകാരെ, ഈ ഒരു ഐറ്റം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണേ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സാധനം കഴിക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ശർക്കരയും അരിപ്പൊടി തേങ്ങായും, പിന്നെ അതുകൂട്ട് തന്നെ നമുക്ക് വേണ്ട മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാവെള്ളമാണ്. അപ്പോൾ തേങ്ങാവെള്ളം കുറുക്കിയതാണ് സംഭവം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങാവെള്ളം ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്ര എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഒരു ചരുവത്തിൻ്റെ പാതിയോളം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ തീക്കാത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു ഏലക്ക പൊട്ടിച്ചുകൊണ്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കുക, തേങ്ങാവെള്ളം. അതിൻ്റെ അകത്തേക്ക് പിന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അത് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് കുറുക്കി അവിടെ നിന്ന് വെക്കുക. അതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മൾ ഈ തേങ്ങാവെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ആ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ശർക്കരയല്ല കേട്ടോ, ഉണ്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഈ അരിപ്പൊടിയും കൂടെ അതിൻ്റെ അകത്തോട്ട് കലക്കി വെച്ചതുകൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ലാസ്റ്റാണ് നമ്മൾ പിന്നെ തേങ്ങായും കുറച്ച് ജീരകപ്പൊടിയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ പ്രഥമനൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ലാസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേന് അതിൻ്റെ അകത്തേക്ക് തേങ്ങ നമ്മളിടുവാണ്. അപ്പോൾ ഒരു തേങ്ങ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ചിരകിയത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തേക്കുവാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരുപാട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. ഒരു നുള്ള് നമ്മുടെ ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി അതൊന്ന് കുറുക്കി എടുക്കണം. എന്നിട്ട് പിന്നെ പാത്രത്തിൻ്റെ അകത്ത് ഒഴിച്ച് ആ ചൂടോടെ തന്നെ തപ്പയെന്ന് നമ്മൾ കുടിച്ചോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വല്യമ്മച്ചി അമ്മയും ചേച്ചിമാരും ഒക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.